ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. മോശയും ഇസ്രായേൽ ജനവും യഹോവയുടെ കൽപ്പന പ്രകാരം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. മോശ മുഖാന്തരം ഇസ്രായേൽ ജനം മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുവെന്നും അങ്ങനെ ചെങ്കടൽ കടന്ന് അത്ഭുതകരമായ രീതിയിൽ അവരെ വഴി നടത്തുന്നു എന്നുള്ള വാർത്ത മോശയുടെ അമ്മായിപ്പനായ യിത്രോവ് അതറിയുകയും അങ്ങനെ മോശയെ കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മോശയുടെ ഭാര്യയും തൻ്റെ മകളുമായിരുന്ന സിപ്പോറായെയും മോശയിൽ ജനിച്ച 2 മക്കൾ, ഒന്ന് ഗർഷോം മറ്റേത് ഏലയാസാർ. അന്യദേശത്ത് ഞാൻ പരദേശി എന്ന് പറഞ്ഞ മൂത്ത മകനെ ഗർഷോമെന്നും തൻ്റെ ജീവനെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു എന്ന അർത്ഥത്തിൽ ഇളയ മകൻ ഏലയാസാർ എന്നും മോശ പേരിട്ടു. കാരണം ഞാങ്ങണപ്പൊട്ടിയിൽ താൻ അങ്ങനെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവം വഴി നടത്തിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഏലയാസാർ എന്ന പേര് അദ്ദേഹം വിടുന്നത്. അവരങ്ങനെ അവിടെ നിന്ന് ആദ്യം യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, ഗർഷോം മോശയോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അവനെ പരിച്ഛേദന കഴിപ്പിക്കാത്തതിനാൽ ദൈവം അവരെ എതിരിടുകയും മോശയുടെ ഭാര്യയായ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ മകനായ ഗർഷോമിൻ്റെ അഗ്രചർമ്മം അവിടെ ഛേദിക്കുകയും ആ പരിച്ഛേദന ഏൽക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിനുശേഷം മോശ അവരെ തൻ്റെ അമ്മായിപ്പനായ യിത്രോവിൻ്റെ കൂടെ അവരെ പറഞ്ഞയച്ചിരുന്നു. കാരണം തൻ്റെ യാത്രയ്ക്ക് അതൊരു തടസ്സമാകാൻ, ഭാര്യയും മക്കളും തടസ്സമാകാതിരിക്കുന്നതിന് വേണ്ടി മോശ അപ്രകാരം ചെയ്തു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ യഹോവയുടെ കൽപ്പന പ്രകാരം ഇത് ക്രൂശ് വഹിക്കുവാൻ മോശ തന്നെ യാത്ര പോവുകയാണ്. അപ്പോഴാണ് അമ്മായിയപ്പന് ഈ വിവരങ്ങളൊക്കെ അറിയുന്നതും ഭാര്യ അല്ലെങ്കിൽ തൻ്റെ മകളായിരുന്ന സിപ്പോറയെ കൂട്ടി മോശയുടെ ഭാര്യ ആയതുപോലെ തന്നെ അവളുടെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് മോശയുടെ അടുത്ത് ചെല്ലുകയും ആ സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് ആ അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, മോശ ജനത്തിന് ന്യായം വിധിക്കുന്നതായ രീതി അമ്മായിപ്പനായ യിത്രോവ് കണ്ടിട്ട് മോശയ്ക്ക് അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുന്നതാണ്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജനം അന്ന് മോശയെ സമീപിച്ചത്. ഒന്ന്, മോശ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അറിയാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചത് ജനത്തെ അറിയിക്കുന്നതാണ് പൗരോഹിത്യം. പുരോഹിതൻ എന്ന വാക്കിന് പരാപരൻ്റെ ഹിതമറിഞ്ഞ് പുരോഭാഗത്ത് നിന്ന് നേതൃത്വം കൊടുക്കുന്നവൻ എന്നർത്ഥമുണ്ട്. പരാപരനായ ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിഞ്ഞ് പുരോഭാഗം, ഇൻ ഫ്രണ്ട്, ഏറ്റവും മുന്നിൽ നിന്ന് വഴി നടത്തുന്നവനാണ് പുരോഹിതൻ. അങ്ങനെ മോശ ദൈവത്താൽ വിളിക്കപ്പെട്ട മഹാപുരോഹിതനായി ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ആ ഹിതം ജനത്തെ യഥാസമയം അറിയിച്ചു കൊണ്ടിരുന്നു. ഒന്ന്, അദ്ദേഹം അത് ചെയ്തു. 2, ഏകദേശം 10-20 ലക്ഷം ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ഇടയിൽ പലപരമായ പ്രശ്നങ്ങൾ ഈ യാത്രയിൽ ഉണ്ടാകാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കേട്ടതിന് പരിഹാരം നിർദ്ദേശിക്കുക. അപ്പോൾ നമ്മളിവിടെ വായിക്കുന്നത്, രാവിലെ മുതൽ സന്ധ്യ വരെ മോശ ഈ പ്രശ്ന പരിഹാരം തിരിഞ്ഞിട്ടും അത് തീരുന്നില്ല. കാരണം ഇത്രയും ലക്ഷം ജനങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങളെല്ലാം മോശയ്ക്ക് തന്നെ അത് പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ യിത്രോവ് മോശയ്ക്കൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ഈ ഭാരം ഏറ്റെടുക്കുന്നത് ശരിയല്ല, അതിനുള്ള കാര്യവിചാരകന്മാരെ നീ നിയമിക്കണം.
ന്യായാധിപന്മാരെ നീ നിയമിക്കണം. 1000 പേർക്ക്, 100 പേർക്ക്, 50 പേർക്ക്, 10 പേർക്ക്, ഇങ്ങനെ ഓരോരോ സംഘങ്ങളുണ്ടാക്കി അവരെ നീ ഇത് നിയമിച്ചാക്കുക. 50 പേരുടെ പ്രശ്നം ഒരാൾ പരിഹരിക്കാനിരിക്കുമ്പോൾ അവരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ മാത്രം അത് 100 പേരുടെ അധിപരിലേക്ക് കൊണ്ടുചെല്ലുക. ആ 100 പേരെ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനത് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ 1000 പേരുടെ അവസാനം അവർക്കൊന്നും പരിഹരിക്കാൻ പറ്റാത്ത വിഷയം മാത്രം നിൻ്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ മോശയുടെ ഭാരം ഒരുപാട് കുറഞ്ഞു നിൽക്കും. നീ ജനത്തിന് നല്ല ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം നീ നൽകിയാൽ മതി. ബാക്കി ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാൻ അതിന് ഒരു ക്രമീകരണം ചെയ്യണമെന്ന് പറഞ്ഞ് നല്ല ഒരു ക്രമീകരണം യിത്രോ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. അത് മോശയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം അപ്രകാരം ആളുകളെ നിയമിച്ചാക്കുന്നതായ സംഭവമാണ് ഈ 18-ാം അധ്യായത്തിൽ പിന്നീട് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവും പുതിയ നിയമത്തിൽ ഇവിടെ നമുക്കറിയാം, ഈ മോശ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ നിഴലാണെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവിന് ഒരിക്കൽ പത്രോസ്ലീഹ ചോദിച്ചു, ഞങ്ങൾ ശിഷ്യന്മാർ സകലതും ഉപേക്ഷിച്ച് നിൻ്റെ പിന്നാലെ വന്നവരാണ്, ഞങ്ങൾക്ക് എന്താണ് അവസാനം ലഭിക്കുന്ന പ്രതിഫലം? കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരും 12 സിംഹാസനങ്ങളിലിരുന്ന ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. നിങ്ങൾ 12 പേരും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ജനത്തിനെ ന്യായം വിധിക്കും. ന്യായവിധി ദൈവത്തിന് മാത്രമുള്ളതാണ്. പക്ഷേ അതിനുള്ള അവകാശവും അധികാരവും കർത്താവ് ശിഷ്യന്മാരെ അവിടെ ഫലമേൽപ്പിക്കുമെന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നിഴലായി ഇതാ പഴയ നിയമത്തിൽ മോശ ന്യായാധിപന്മാരെ നിയമിച്ച് അവർക്ക് അധികാരങ്ങൾ കൈമാറുന്ന, ന്യായം വിധിക്കുവാനുള്ള അധികാരം അവർക്ക് കൈമാറുന്ന ആ രീതി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ 18-ാം അധ്യായം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുരോഹിതൻ്റെ യഥാർത്ഥ ധർമ്മം എന്തെന്നുള്ളതാണ്. ഒന്ന്, ദൈവഹിതം ആരാഞ്ഞറിയുക. അത് പ്രാർത്ഥനയിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെയൊക്കെ അത് അറിഞ്ഞ് തൻ്റെ കീഴിലുള്ള ജനത്തിന് അത് പറഞ്ഞു കൊടുത്ത് ആ മാർഗത്തിലൂടെ അവരെ വഴി നടത്തുവാനുള്ള ഉത്തരവാദിത്വം ആണ് പൗരോഹിത്യത്തിനുള്ളത്. 2, അവരുടെ കുറവുകളെ, പ്രശ്നങ്ങളെ കേട്ടതിന് പരിഹാരം കണ്ടെത്താനും നല്ല ഉപദേശങ്ങളെ അവർക്ക് കൊടുക്കുവാനും അവർക്ക് സാധിക്കണം. ഇന്ന് പലപ്പോഴും പൗരോഹിത്യത്തിൽ അത് സാധിക്കാതെ പോകുന്നു. ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നം പൗരോഹിത്യ അല്ലെങ്കിൽ ശുശ്രൂഷ പൗരോഹിത്യമുള്ളവരിലാണ് ഇന്ന് കൂടുതൽ പ്രശ്നങ്ങളും തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നത്. അവരെ സാധാരണ ജനം ഉപദേശിക്കേണ്ടി വരുന്ന വലിയ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് സഭയും ലോകവും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ചായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നതും. ജനത്തെ തിരുത്തുവാനും ഉപദേശിക്കുവാനുമുള്ള ആ ഒരു വലിയ അധികാരം ഇതിനു മുൻപ് പൗരോഹിത്യത്തിൽ നിന്നുണ്ടായെങ്കിൽ ഇന്ന് നേരെ തിരിച്ചു നടക്കേണ്ട സാഹചര്യം വരുന്നു. അതൊക്കെയും പൈശാചികമായ പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കൊക്കെയും നേതൃത്വത്തിലുള്ളവർ വിധേയമാകുന്നതിൻ്റെ ഒരു കാരണമാണല്ലോ. അതിൽ നിന്ന് അവരൊക്കെയും രക്ഷപ്പെടുവാനും നല്ല പൗരോഹിത്യമായ ശുശ്രൂഷകളിലേക്ക് അവർക്ക് ചെയ്യുവാനും അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.